ഹലോ ഫ്രണ്ട്സ്, സോൾഫുൾ ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ക്രിസ്റ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ഫോട്ടോയ്ക്ക് വേണ്ട 80% എഡിറ്റിങ്ങും നിങ്ങൾക്ക് ഒരൊറ്റ ടൂൾ കൊണ്ട്, ലൈറ്റ് റൂമിൽ ഒരൊറ്റ ടൂൾ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ മതിയാവൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ട്യൂട്ടോറിയൽ ആ ഒരു ടൂളിനെ കുറിച്ചാണ്. മറ്റാരുമല്ല, ആ പുലിക്കുട്ടിയുടെ പേരാണ് ടോൺ കർവ്. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം ഈ ടോൺ കർവ് ഉപയോഗിക്കാൻ വളരെ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം വൃത്തിക്ക് അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ കൊളായി പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് പോയി പോകും. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബേസിക്സ് മനസ്സിലായി കഴിഞ്ഞാൽ, എന്താണ് ടോൺ കർവ് എന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു 80% അല്ലെങ്കിൽ 90% ടോൺ കർവിൻ്റെ ഒരു പ്രശ്നം അവിടെ തീർന്നിട്ടും ബാക്കി നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടോൺ കർവിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 80% 70% ഐഡിയ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് വരാം. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, സമയം കളയാണ്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ലൈറ്റ് റൂമിന്റെ ബേസിക് പാനലിന്റെ തൊട്ട് താഴെയാണ് ടോൺ കർവ് എന്ന് പറഞ്ഞ പാനലുള്ളത്. അപ്പോൾ ഈ ടോൺ കർവ് എന്ന പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റ് എന്നുള്ളതിന്റെ നേരെ ഒരു 5 തരത്തിലുള്ള ഡോട്ട്സ് അല്ലെ വട്ടങ്ങൾ കാണാം. അപ്പോൾ ഇതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 തരത്തിലുള്ള ടോൺ കർവ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പാരാമെട്രിക് കർവ്, അതാണ് ഏറ്റവും ആദ്യത്തേത്. രണ്ടാമത്തത് പോയിന്റ് കർവ്. പിന്നെ റെഡ്, ഗ്രീൻ, ബ്ലൂ, ഈ 3 ഇൻഡിവിജ്വൽ ചാനൽസിന്റെയും കേവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ പാരാമെട്രിക് കേവും പോയിന്റ് കേവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരേപോലത്തെ സാധനമാണ്, പക്ഷെ 2 തരത്തിൽ നമ്മൾ ചെയ്യുകയാണ്. രണ്ടിനും 2 തരത്തിലുള്ള ഒരു മെക്കാനിസമാണ്. ടോൺ കേവ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കോൺട്രാസ്റ്റ് കൊണ്ടുവരാണ്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ഈ മുകളിലുള്ള ബേസിക് പാനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, അതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ബേസിക് പാനലിലെ കോൺട്രാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് ഒരു പടത്തിൽ അത് എൻറ്റയർലി ആണ്. നിങ്ങൾക്ക് പക്ഷെ ഒരിക്കലും ആ ബേസിക് പാനലിലെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് മിഡ് ടോൺസിൽ അല്ലെങ്കിൽ ഷാഡോസിൽ അല്ലെങ്കിൽ ഹൈലൈറ്റ്സിൽ തന്നെ ഒരു എഫക്റ്റ്, തന്നെ ഒരു ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. ഇവിടെയാണ് ടോൺ കർവ് ശരിക്കും പറഞ്ഞാൽ ഷൈൻ ചെയ്യുന്നത്. കുറച്ചധികം ടെർമിനോളജീസ് ഈ ടോൺ കർവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാനത് വളരെ ക്വിക്കായിട്ടൊന്ന് പറയാം. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ്സും അല്ലെങ്കിൽ വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകയാണ് കോൺട്രാസ്റ്റ് കൂട്ടുക എന്ന് പറയുന്നത്. ഹൈലൈറ്റ്സും ഷാഡോസും അല്ലെങ്കിൽ ഡാർക്ക് ഏരിയാസ് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നന്നായിട്ട് കൂട്ടുക എന്നുള്ളതാണ് കോൺട്രാസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫീൽഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ എവിടെയാണോ പ്രകാശം ഡയറക്റ്റ് അടിക്കുന്നത് ആ ഏരിയയാണ് ഹൈലൈറ്റ്സ്. ഇനി പ്രകാശം അടിക്കുന്നത് മാത്രമായിരിക്കണം എന്നില്ല, പ്രകാശം കാണിക്കുന്നുണ്ടെങ്കിൽ, സോഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ്സ് ആണ്. ഒരു ഉദാഹരണം പറയാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്. എൻ്റെ ഈ മുഖം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇവിടുന്ന് വരുന്ന ഈ ലൈറ്റ് അടിക്കുന്ന ഇത്രയും ഭാഗമാണ് ഹൈലൈറ്റ്സ്. ഈ ഷാഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും, ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ഷാഡോസ്. അപ്പം മിഡ് ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ. ഇത് രണ്ടിന്റെ നടുക്കുള്ള ആ ഒരു ഗ്രേഡിയന്റ്. ഇതൊന്നും ഒരിക്കലും നമുക്കൊരു അതിർത്തി വെച്ച് മുറിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു ഒഴുക്കാണ്, ഗ്രേഡിയന്റ് ആണ്. ഈ മിഡ് ടോൺസിലും ഷാഡോസിലും ഹൈലൈറ്റ്സിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ടോൺ കർവിന്റെ ഒരു മിടുക്ക്. നമുക്ക് ടോൺ കർവിന് നേരെ ഒന്ന് പരിചയപ്പെടാം. ടോൺ കർവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പടത്തിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് യഥാർത്ഥത്തിൽ ടോൺ കർവ് എന്ന് പറയുന്നത്. ഈ പടത്തിലുള്ള എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഈ പടത്തിലുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ഒരു പിക്കർ ടൂൾ ഉണ്ട്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഡോട്ട് പോലെ സാധനം. ആ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് ഏത് ഭാഗമാണ് ഗ്രാഫിൽ നിന്നുള്ളത് കാണിക്കും. ഞാൻ ഈ ഭാഗത്തേക്കാണ് പോകുന്നെങ്കിൽ അത് കാണിക്കുന്നുണ്ട്, ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ അത് കാണിക്കുന്നുണ്ട്, ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കാണിക്കുന്നുണ്ട്. സോ നമ്മളുടെ ഗ്രാഫിൽ നമ്മളുടെ ഫോട്ടോസിന്റെ മിഡ് ടോൺസ് എവിടെയാണ്, ഹൈലൈറ്റ്സ് എവിടെയാണ്, ഷാഡോസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയും കൂടിയാണ് ഈ ടൂൾ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ. സോ ഇപ്പൊ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ടോൺ കർവിലേക്ക് പോകാം. അതായത് നമ്മുടെ പാരാമെട്രിക് കർവ്. പാരാമെട്രിക് കർവ് എന്ന് പറഞ്ഞാൽ സ്ലൈഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോയിൽ ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ മാറ്റം വരുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട് സ്ലൈഡേഴ്സിൻ്റെ ഉള്ളിൽ ഹൈലൈറ്റ്സ് എന്താ, ഹൈലൈറ്റ്സ് കൂട്ടണം, നിങ്ങൾക്ക് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. നിങ്ങൾക്ക് ലൈറ്റ്സ് കൂട്ടണം, കൂട്ടാം. ഇനി ഡാർക്സ് കൂട്ടാം. ഷാഡോസും കൂട്ടാം. നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞാൻ മിഡ് ടോൺസ് എന്നല്ലേ പറഞ്ഞത്, എവിടെയാണ് മിഡ് ടോൺസ്? ആക്ച്വലി ഹൈലൈറ്റ്സിന്റെയും ഷാഡോസിന്റെയും നടുക്കുള്ള ഏരിയയാണ് മിഡ് ടോൺസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ലൈറ്റ്സും ഡാർക്കും അതിനുള്ളിൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയയാണ്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മുറിക്കപ്പെട്ട ഒരു ഏരിയ ആണ് അത്. അപ്പം ഈ ഒരു ഏരിയനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോയിൽ ഇഷ്ടമുള്ള കോൺട്രാസ്റ്റ് കൊണ്ടുവരാവുന്നതാണ് ഈ ഒരു പാരാമെട്രിക് കർവ് എന്ന് പറയുന്നത്. പാരാമെട്രിക് കർവിന്റെ മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹൈലൈറ്റ്സിന്റെ ഏരിയസിനെ, ഷാഡോസിന്റെ ഏരിയനെയും ഈ മിഡ് ടോൺസിന്റെ ഏരിയനെയും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി കൊടുക്കാം എന്നുള്ളതാണ്. ഉദാഹരണം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ് ഇവിടെ കൊണ്ടുവരികയാണ് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം ഇവിടെ താഴെ ഒരു 3 ഡോട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. 25, 50, 75 എന്നുള്ള പോയിന്റിലാണ് ഇത് 3 ഇരിക്കുന്നത്. അപ്പോൾ
ഈ ഒരു ഭാഗത്തോട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ മുതൽ 25 വരെ ഉള്ളത് ഷാഡോസ് ആണ്. അവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഡാർക്ക് ആണ് അടുത്ത പോയിന്റ് വരെ, അവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് ആണ്, പിന്നെ അങ്ങോട്ട് ഹൈലൈറ്റ്സ് ആണ്. അപ്പം നമുക്ക് ഈ ഏരിയയിലുള്ള ഷാഡോസിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇതിൽ വെച്ച് നമ്മളിങ്ങനെ പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടത്തിലും എഫക്റ്റ് വരുന്ന കാണാൻ പറ്റും. നമ്മളുടെ ഷാഡോസിന്റെ ഏരിയ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇനി ഷാഡോസ് അല്ല, നിങ്ങൾക്ക് വേണ്ട ഹൈലൈറ്റ്സിന്റെ ഏരിയ ആണ് കൂട്ടി കൊടുക്കേണ്ടത്. ഹൈലൈറ്റ്സ് വന്ന എഫക്റ്റ് കുറേയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ട്, അപ്പോൾ അതിനനുസരിച്ച് അത് കയറി വരും. സോ പാരാമെട്രിക് കർവിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സ്ലൈഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോയിൽ ഒരു പർട്ടിക്കുലർ കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് സെക്കൻഡ് ടേൺ കർവിലേക്ക് പോകാം. അതിന്റെ പേരാണ് പോയിന്റ് കർവ്. പോയിന്റ് കർവ് ആണ് ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആൻഡ് ഇതിൽ മോസ്റ്റ് പ്രിസൈസ് ഫോം ഓഫ് കർവ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ പാരാമെട്രിക് കർവിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു എഫക്റ്റ് ഇടത്തില്ലായിരുന്നു. നേരെ മറിച്ച് നമുക്ക് സ്ലൈഡേഴ്സ് വെച്ച് നമുക്ക് ഒരു ആവറേജ് ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ പോയിന്റ് കർവിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു എഫക്റ്റ് കൊണ്ടുവരാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കാം, നമുക്കതിനെ ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഇങ്ങനെയൊന്നും മാറ്റരുത്, ഇങ്ങനെയൊക്കെ മാറ്റിയാൽ ഭയങ്കര മാറ്റലായി പോകും. സോ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഗ്രാഫിന്റെ ഈ ഒരു ഭാഗമാണ് ഹൈലൈറ്റ്സ്, ഈ ഒരു ഭാഗമാണ് മിഡ് ടോൺസ്, താഴെയുള്ള ഭാഗമാണ് ഷാഡോസ്. ഇനി ഏറ്റവും താഴത്തെ ഡോട്ട് ബ്ലാക്ക്, ഏറ്റവും മുകളിലത്തെ ഡോട്ട് വൈറ്റ്. അപ്പം അതൊരു നമ്മുടെ എല്ലാ കേർവ്സിലും അങ്ങനെ തന്നെയാണ്. ഈ കേർവ് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് ഇടാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് ഇട്ട് നമുക്ക് ഹൈലൈറ്റ്സിലാണ് പ്രകാശം കൂട്ടണമെങ്കിൽ ഹൈലൈറ്റ്സിൽ ഒരു പോയിന്റ് ഇട്ട് നമ്മുടെ ഗ്രാഫ് നമുക്ക് പൊക്കിയാൽ എന്താണ് സംഭവിക്കുക? അവിടെ കൂടുതൽ പ്രകാശം കിട്ടും. നമ്മുടെ ലൈൻ നമ്മൾ നേരെ താഴോട്ട് താത്തിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഇരുട്ടാവുകയും ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഹൈലൈറ്റ്സിൽ അപ്പോൾ ഞാനൊരു മാറ്റം വരുത്തിയപ്പോൾ അത് മിഡ് ടോൺസ് മുതൽ ഷാഡോ വരെ എത്തിയില്ലേ? അതിനെ കൺട്രോൾ ചെയ്യാൻ വഴിയുണ്ട്. അതിന് വളരെ എളുപ്പത്തിൽ നമ്മൾ മിഡ് ടോൺസിന്റെ അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്ത് മിഡ് ടോൺസിനെ കൃത്യം ലൈനിൽ പിടിച്ചു നിർത്തുക. അതുപോലെ തന്നെ ഷാഡോസിന്റെ അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്ത് ഷാഡോസിനെ ഒരു കൃത്യം ലൈനിൽ പിടിച്ചു നിർത്തുക. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് പഴയ പോലെ അല്ല, ഹൈലൈറ്റ്സിൽ തന്നെ കൂടുതൽ എഫക്റ്റ് വരുന്നതായിട്ട് കാണാം. ഇതുപോലെ നമുക്ക് ഹൈലൈറ്റ്സിനും മിഡ് ടോൺസിനും ഷാഡോസിനും എവിടെ വേണേലും നമുക്കൊരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ വളരെ ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കേർവാണ്, കേട്ടിട്ടുള്ള ഒരു സാധനമാണ് എസ് കേർവ് എന്ന് പറഞ്ഞാൽ. എന്താണ് എസ് കേർവ്? ഒരുമാതിരിപ്പെട്ട ഹോളിവുഡ് സിനിമയിലെല്ലാം ഒരു ഫെയ്ഡഡ് സിനിമാറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേർവാണ് എസ് കേർവ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് റീസെറ്റ് ചെയ്യട്ടെ. വൺ കേർവ് സെലക്ട് ചെയ്തു. 2 ക്വിക്ക് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും ഇവിടെ ഈ കേർവിൽ കൊണ്ടുപോയി ഡോട്ട് ഇടുമ്പോൾ നമ്മുടെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിപ്പോവാറ്. കാരണം അത് അത്ര സെൻസിബിൾ ആണ്. അതിനുവേണ്ടി ഓൾട്ട് ഞെക്കിക്കൊണ്ട് നമ്മൾ ആ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എക്സാക്ട്ലി അത് അവിടെ തന്നെ നിൽക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാഫ് മാറിപ്പോവില്ല. കുറച്ച് പാടാണ് ഗ്രാഫ് മാറിപ്പോകാൻ. അതുപോലെ തന്നെ നമ്മളിത് പലപ്പോഴും മുകളിലേക്കും താഴോട്ടും മാറ്റാൻ നേരത്തെ നമ്മുടെ ഗ്രാഫിൽ നിന്ന് ഈ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും സാധ്യതയുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനായി നമ്മൾ ഷിഫ്റ്റ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുകളിലേക്കും താഴോട്ടും മാത്രമേ മാറുകയുള്ളൂ. സോ ഒന്നുകൂടെ ഞാൻ വളരെ പ്രിസൈസ് ആയിട്ട് 3 സ്ഥലത്ത് ഒരു ഡോട്ട് ഇടുവാണ്. അതിനുശേഷം എസ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ്സിൽ കുറച്ച് ഹൈലൈറ്റ്സ് കൂട്ടി ഷാഡോസ് കുറച്ച് താത്തി നമ്മൾ ഈ ലാസ്റ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ സാധനം ഫെയ്ഡ് ആക്കുകയാണ്, ലിഫ്റ്റ് ചെയ്യുകയാണ്. അതുവഴി എന്താ സംഭവിക്കുക? ബ്ലാക്ക് ഫെയ്ഡ് ആവുകയല്ല ചെയ്യുന്നത്, ബ്ലാക്ക് നേരെ ലിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ബ്ലാക്കിൽ നമ്മൾ കൂടുതൽ പ്രകാശം കൊടുക്കുകയാണ്. അതുവഴി ഇവിടെ ഇരുട്ടായിരുന്ന ബ്ലാക്കിനെ നമ്മൾ ഒരു ഫെയ്ഡിൽ ഒരു ചെറിയ പ്രകാശം കൊടുത്തൊരു ഫെയ്ഡഡ് ലുക്കിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന വഴി എന്താ സംഭവിക്കുക? മൊത്തത്തിൽ ഒരു ഫെയ്ഡഡ് ലുക്ക് സിനിമയ്ക്ക് വരികയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ, നിങ്ങൾക്ക് ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും ടോൺ കർവ് കൊണ്ട് പറ്റും. മറ്റേ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ബ്രൈറ്റ്നസ് ഓവറോൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ടൂൾ പോലത്തെ സാധനം ഇട്ട് കൊടുക്കണം. പക്ഷേ ഇതങ്ങനെയല്ല. ഹൈലൈറ്റ്സിലും മിഡ് ടോൺസിലും ഷാഡോസിലും ഉള്ള ഏത് ഏരിയയിലും നിങ്ങൾക്ക് ടോൺ കർവ് ഉപയോഗിച്ച് കോൺട്രാസ്റ്റ് കൊണ്ടുവരാനും ഫെയ്ഡഡ് ലുക്ക് കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. ഇനി ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡ്, ഗ്രീൻ, ബ്ലൂ. RGB കളർ പാനൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നു കളർ ഗ്രേഡിംഗ് വിത്ത് HSL എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ കിട്ടും. സോ RGB പാനൽ എന്താണെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ നമ്മൾ റെഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സയാൻ എന്ന് പറഞ്ഞ കളറും കാണാൻ പറ്റും. നമ്മൾ ഗ്രീനിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മജന്ത കളറിലും നമുക്കെത്തും. ബ്ലൂവിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള യെല്ലോ കളറിലും നമ്മളെത്തും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഗ്രാഫ് മുകളിലേക്ക് നോക്കിയാൽ ഫോട്ടോയുടെ എവിടെയാണോ നമ്മൾ പൊക്കുന്ന ആ ഭാഗത്ത് റെഡ് കളർ വരും, താഴോട്ട് മാറ്റിയാൽ ആ ഭാഗത്ത് സയാൻ കളർ വരും. അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഹൈലൈറ്റ്സിൽ നിങ്ങൾക്ക് കുറച്ച് സയാൻ കളറാണ് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ വളരെ ഒന്നും ചെയ്യാനില്ല, നേരെ സയാൻ കൊണ്ടുവന്നാൽ മതി.
ഹൈലൈറ്റ്സിലേക്ക് കുറച്ച് ഹൈലൈറ്റ്സിന്റെ ഭാഗം കുറച്ച് സയനിലേക്ക് ഉണ്ട്. സ്കൈയിൽ കുറച്ച് സയൻ കളർ വേണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ്സ് നേരെ താഴോട്ട് താത്തിയാൽ മതി സയനിലേക്ക്. ഇത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഗ്രാഫ് എങ്ങോട്ട് മാറ്റുന്ന ആ ഭാഗത്തേക്ക് ആ കളർ വരുന്നത്, എവിടെയാണോ മാറ്റുന്നത് ആ ഭാഗത്ത് ആ കളർ വരുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വിക്കായിട്ടൊരു എക്സാമ്പിൾ ഞാൻ അടുത്ത ഫോട്ടോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ എനിക്ക് സ്കൈല് ഇവിടെ കുറച്ച് എന്താ പറയുക, എനിക്കിത് കുറച്ചുകൂടെ റെഡ് കളറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ പിക്കർ വെച്ചിട്ട് ഈ ഭാഗത്ത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ അത് മിഡ് ടോൺസിൻ്റെ ഹൈലൈറ്റ്സിൻ്റെ നടുക്കുള്ള ഭാഗമാണ്. ഞാൻ അവിടെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ഭാഗം കുറച്ച് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലിഫ്റ്റായി കൊടുത്താൽ മതി. അവിടെ മൊത്തത്തിൽ ഒരു റെഡ് കളർ കൂടുതൽ വന്നു. ഇനി എനിക്ക് സ്കൈയിൽ ഈ ഭാഗത്ത് കുറച്ച് ബ്ലൂ വേണം. അപ്പോൾ അത് ഏത് ഭാഗമാണെന്ന് നോക്കുക. അത് ഏകദേശം ആ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ബ്ലൂ സെലക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബ്ലൂ കളർ വരും. സ്ട്രൈറ്റ് ഫോർവേഡ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ടോൺ കർവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ടോൺ കർവിന്റെ വളരെ ബേസിക് എന്ന് വെച്ചാൽ ഫോട്ടോയിൽ ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടോൺ കർവ്. അതുപോലെ തന്നെ RGB ടോൺ കർവ്സ് കൊണ്ട് നമുക്ക് ഫോട്ടോയിൽ കളർ ഗ്രേഡിങ്ങും കളർ കറക്റ്റിങ്ങും ഒക്കെ നടത്താൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടോൺ കർവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾ വിചാരിച്ച പോലെ വലിയ കൊലകൊമ്പം കാര്യമൊന്നുമില്ല. പക്ഷേ ഇറ്റ് റിക്വയർസ് പ്രാക്ടീസ് ടു മാസ്റ്റർ ദാറ്റ് സെൻസ്. ആ ഒരു സെൻസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു കുറച്ചധികം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളൊരു നമ്മളെല്ലാവരും ഒരു ആയിരക്കണക്കിന് വീഡിയോ കണ്ടതുകൊണ്ടോ ഒരു ആയിരക്കണക്കിന് ട്യൂട്ടോറിയൽ കണ്ടുകൊണ്ടോ കോച്ചിങ്ങിന് കൂടിയതുകൊണ്ടോ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല ഫോട്ടോഗ്രാഫി എന്ന് പറയാൻ. ഫോട്ടോഗ്രാഫി റിക്വയർസ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. നമ്മൾ ഫീൽഡിൽ പോയി ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റ് വന്നോന്നോ ഇല്ലെന്ന് നോക്കണം. വന്നില്ലെങ്കിൽ നാളെ നമ്മൾ വീണ്ടും പോകണം. നാളെ നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യണം. അങ്ങനെ പല പ്രാവശ്യം വന്നും പോയും ഒരു 1000 പ്രാവശ്യമൊക്കെ നമ്മൾ വന്നും പോയും പരാജയപ്പെട്ടും വിജയിച്ചും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പതുക്കെ കളർ സെൻസിലേക്ക് കയറി കളർ ഗ്രേഡിങ്ങിലേക്ക് കയറി നമുക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്, നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പം ആ ഫോട്ടോയുടെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് വളരെ എളുപ്പമായിരിക്കും എന്നുള്ള കാര്യം. കാരണം അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടൊന്നില്ലാത്ത ബുദ്ധി പോകും. അത് നേരത്തെ ഈ ഒരു സീനറി കാണുമ്പോൾ ഈ സീനറി ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഡാർക്ക് മൂഡി, നല്ല എന്താ പറയുക, ഒരു ഓട്ടം വൈബ് അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് വൈബ്. ഇനി അത് സ്നോ പെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു സ്നോയി വൈബുള്ള ഒരു സ്നോ പെയ്യുന്ന സ്ഥലത്തുള്ള ഒരു വൈബുള്ള കുറച്ച് ഗ്രെയിനൊക്കെയുള്ള കുറച്ച് ഇരുണ്ട ഒരു ഫോട്ടോ. പിന്നെ അതുപോലെ നല്ലൊരു സൂര്യോദയമാണെങ്കിൽ നല്ല റെഡ് കളറുള്ള സ്കൈ, അതിൻ്റെ സൈഡിൽ ബ്ലൂ ഗ്രേഡിയൻ്റ് ഉള്ള സ്കൈ, ഇങ്ങനെയുള്ള ഒരു സീനറി കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ സീനിൽ വരാവുന്ന പൊട്ടൻഷ്യൽ എഡിറ്റിംഗ് എന്തൊക്കെയാണോ അതൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും മുന്നേറാൻ. സോ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, നമ്മളുടെ ചാനലിൽ എല്ലാ ആഴ്ചയിലും ഫോട്ടോഷോപ്പിൻ്റെ ഒരു ബേസിക് ട്യൂട്ടോറിയൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ജോമൽ ബ്രോയാണ് വീഡിയോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ട്യൂട്ടോറിയലാണ്. അങ്ങേയറ്റം ബിഗിനേഴ്സിന് ഫോട്ടോഷോപ്പിൻ്റെ ഒരു ബേസിക്സ് മനസ്സിലാക്കാനും പിന്നീട് അതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കയറാനും പറ്റുന്ന വിധത്തിലുള്ള വെരി ബേസിക് ട്യൂട്ടോറിയൽ. സോ അപ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ bell button ഞെക്കുക. Thank you. So see you next time. Bye.